ജയലളിതയുടെ ആരോഗ്യനില വെളിപ്പെടുത്തണമെന്ന ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി അഭിലാഷ് കടയ്ക്കൽ ചേരുന്നുണ്ട്. അഭിലാഷ്, ഏത് സാഹചര്യത്തിലാണ് ഹർജി തള്ളിയത്? സൗമ്യ, ട്രാഫിക് രാമസ്വാമി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പൊതുപ്രവർത്തനമാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അസുഖബാധിതയായി കിടക്കുന്നതോടെ ഇപ്പം നിലവിൽ അവിടുത്തെ ഭരണം സ്തംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചോളം ഭരണപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കാണ്ട്, പ്രത്യേകിച്ചും കാവേരി വിഷയം കത്തിനിൽക്കുന്നു. കർണാടകയുമായിട്ടുള്ള കാവേരി നദീജല വിഷയത്തെ സംബന്ധിച്ച് അതുമായി ബന്ധമുള്ള തർക്കങ്ങൾ, അത് സംബന്ധിച്ച നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. സുപ്രീം കോടതി അത് സംബന്ധിച്ച കേസുണ്ട്. ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അസുഖബാധിതയായി കിടക്കുന്നതിനാൽ ഇതിൻ്റെ മുഖ്യമന്ത്രിയുടെ ചുമതല തൽക്കാലം തമിഴ്നാട്ടിൽ മറ്റാർക്കും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണപരമായ കാര്യങ്ങൾ എടുക്കുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരില്ലാതെ പോകുന്നു. ഭരണം സ്തംഭിച്ചിരിക്കുന്നു. ഇത്തരമൊരു അവസ്ഥയിൽ ജയലളിതയ്ക്ക് എന്താണ് സംഭവിച്ചത്, ജയലളിത അസുഖം എന്താണ്, ഇത് സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പുറത്തു വരണം എന്നാണ് അദ്ദേഹം ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മുമ്പ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് രാജ്യത്ത് ഭരണം നിശ്ചലമായ ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിക്ക് പിൻഗാമിയായ അന്ന് ഇന്ദിരാഗാന്ധി പോലും ആരെയും കൊണ്ടുവന്നിരുന്നില്ല. അന്ന് ആ ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു പാർട്ടിയിൽ പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും പ്രധാനമന്ത്രിയും അവർ തന്നെയായിരുന്നു. പാർട്ടിയിലും ഒരു അനിഷേധ്യ സാന്നിധ്യം അത് തന്നെയായിരുന്നു. നിലവിലുള്ള അതേ ഒരു സമാനമായ സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത്. കാരണം തമിഴ്നാട്ടിൽ ജയലളിത ഒരിക്കലും അവരുടെ പാർട്ടിക്ക് അവരുടെ പിൻഗാമിയായി മറ്റാരെയും ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല, അതിനെ അവരെ ശ്രമിച്ചു വിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയും ജയലളിത തന്നെയാണ്. ജയലളിത അസുഖബാധയെ കിടന്നതോടെ തമിഴ്നാട്ടിൽ ഭരണപരമായ കാര്യങ്ങൾ നീക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ ഭരണവ്യവസ്ഥ സ്തംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് മുഖ്യമന്ത്രിക്ക് പറ്റിയത്? കാരണം മുഖ്യമന്ത്രിക്ക് എന്താണോ അസുഖം എന്നുള്ള സംബന്ധിച്ച് ഇതുവരെയും സർക്കാർ ഔദ്യോഗികമായി യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് അപൂർവമായി ലഭിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനുമാണെങ്കിൽ ഏറെക്കുറെ അവ്യക്തമാണ്. എന്തായാലും നിലവിൽ അഭ്യൂഹങ്ങൾ ഇത് സംബന്ധിച്ച് ധാരാളം പറയുന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രിക്ക് എന്താണ് യഥാർത്ഥത്തിൽ അസുഖം, മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്താണ്, ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് രാമസ്വാമി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. മുഖ്യമന്ത്രിയുടെ നില എന്താണെന്ന് വെളിപ്പെടുത്തണം. ഇത് സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോളോ ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. മാത്രമല്ല അവർ അർദ്ധരാത്രിയോടെയാണ് ഈ യോഗം ചേർന്നിട്ട് രോഗവിവരം ഇത് സംബന്ധിച്ച വിശദമായ വിവരം മദ്രാസ് ഹൈക്കോടതിയെ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ നിലവിൽ ഇന്ന് ഹർജി പരിഗണിച്ചപ്പോഴാണ് മദ്രാസ് ഹൈക്കോടതി ഇതിൽ പൊതു താല്പര്യമില്ല, ട്രാഫിക് രാമസ്വാമിയുടെ ഈ ഹർജിയിൽ പൊതു താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന കാരണത്താൽ ഈ ഹർജി തള്ളിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ അപ്പോളോ ആശുപത്രി അധികൃതർ ഈ റിപ്പോർട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നൽകുകയും കോടതി അത് പുറത്തുവിടുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംബന്ധിച്ച ഒരു വ്യക്തത കൈവരുമായിരുന്നു. എന്തായാലും അതിനുള്ള ഒരു എല്ലാ സാധ്യതയും ഇപ്പോൾ അടയുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മദ്രാസ് ഹൈക്കോടതിയുടെ തീരുമാനത്തോടെ. സൗമ്യ, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.